ചൈന എന്നൊരു രാഷ്ട്രത്തെ കൂടി നമ്മൾ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കണം. അതിന് കാരണം യുദ്ധം ചെയ്യാതെ എങ്ങനെ യുദ്ധം ജയിക്കാം എന്ന കുറുക്കൻ ബുദ്ധിയുള്ളവരാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ പോലെയുള്ള കുരങ്ങുകളെ കൊണ്ട് എങ്ങനെ ചുടുചോറ് വാരിക്കാം എന്ന് ഗവേഷണം നടത്തുന്നവരാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവരുടെ മൗനം കണക്കാക്കിക്കൂടാ. അവർ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത് ഏതളവിൽ, ഏത് എക്സ്റ്റൻറ്റിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു കണ്ണ് ആ മേഖല കൂടി വേണം, അല്ലേ സുനി? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, നോക്കൂ, ചൈന നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു വശത്താണ്. അതായത് സമാധാനം വേണം, പാകിസ്ഥാൻ്റെ പ്രപ്പോസൽ, അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് ഉള്ളൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഭീകരവാദത്തിൻ്റെ എഗെയിൻസ്റ്റ് ആണ് എന്നും പറഞ്ഞു. ഇതാണ് മൊത്തത്തിൽ ഇതുവരെ ചൈന ചെയ്തിട്ടുള്ള കാര്യം. പക്ഷേ ഇന്ന് അവരുടെ ഈ സൈബർ വിങ് അവരെന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കൂ. അവരുടെ CGTN എന്ന് പറഞ്ഞ ഏജൻസി, അവരുടെ ഗ്ലോബൽ ടൈംസ്, ശ്രീ ഹാഷ്മിക്കൊക്കെ നല്ല അറിയായിരിക്കും, ഗ്ലോബൽ ടൈംസ് ആണ് നമ്മുടെ ലഡാക്കിലെ ഈ പ്രശ്നം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് ചൈനയ്ക്ക് വേണ്ടിയത്. അവരുടെ തന്നെ ഒരു പ്രൊപ്പഗാൻഡ ആമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ചെയ്തത്. അതായത് ഇത്രയും പേരെ പിടിച്ച് ഇന്ത്യ വെച്ചിരിക്കുന്നുണ്ട്, 6 എയർഫോഴ്സിൻ്റെ പ്ലെയിൻ താഴെ വീണു എന്നുള്ള പ്രൊപ്പഗാൻഡ എല്ലാം ചെയ്ത ഈ ചൈനീസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മീഡിയ ഹാൻഡിൽസ് ആണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് എന്താണ്? നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ അവർ ബുദ്ധി നേരിട്ട് പറയുന്നത് വേറെ ആയിരിക്കും, പക്ഷേ അവർ ഏത് സമയത്തും ഇന്ത്യയെ എങ്ങനെയൊക്കെ പിടിച്ച് താഴെ ഇടാം എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ 2 കാരണം വെച്ചാൽ അവർ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ഓപ്പൺ എന്ന് പറഞ്ഞ അർത്ഥം അവരും അവരുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റാനൊക്കെ ഉള്ള ഒരു ശ്രമം ചെയ്യാനൊക്കെ ഉള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്ന്, പാകിസ്ഥാൻ ചെയ്തത് ഭീകരവാദമാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അതിന് മൊത്തം രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ അഗെയിൻസ്റ്റാണ്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ഷൻ ചൈന ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഇമേജും അവർ കോൺഷ്യസ് ആണ്. ആ ഒരു ഇമേജ് വിട്ട് വലിയ രീതിയിൽ ചൈന കളിക്കത്തില്ല. രണ്ടാമതായിട്ട്, ഇന്ന് ചൈനയും US തമ്മിൽ ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതം പോലുള്ള ഒരു രാജ്യത്തിന് ചൈന അങ്ങനെ ഒരു പിണക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചൈനയും ഭാരതവും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂവും അവർ ചർച്ചയ്ക്കും അതിനൊരു പരിഹാരം കാണണമെന്നും പറഞ്ഞ് സ്ഥിതി നോർമലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഭാരതവും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഏകദേശം $135 ബില്യൺ ട്രേഡാണ്. അതിന് $100 ബില്യൺ ചൈനയ്ക്ക് ഫേവറായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു മാർക്കറ്റ് പാകിസ്ഥാനെ പോലുള്ള ഒരു എന്താ പറയുക, അവിടെ അവരുടെ തന്നെ ചൈനയുടെ തന്നെ ആളുകളെ വധിക്കുന്ന ഒരു രാജ്യം, അതായത് അവിടുത്തെ എഞ്ചിനീയേഴ്സിനെയും ചൈനീസ് എഞ്ചിനീയേഴ്സിനെയും ചൈനീസ് വർക്കേഴ്സിനെയും അവിടെ ഓടിച്ചിട്ട് തല്ലി അവരെ കൊല്ലുന്ന ഒരു രാജ്യത്തിൽ, ഒരു രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധിക്കാത്ത ഒരു രാജ്യത്തിൽ അവർ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് നമ്മളെ പിണക്കി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് ഈ ഇൻ്റലിജൻസ് സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ വേണമെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള രീതി വരും. അതുപോലെ തന്നെ നാളെ ഒരു എസ്കലേഷൻ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും അമ്യുനേഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഓപ്പണായിട്ട് ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല ചൈന വരും. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൈന ഒന്ന് ബാക്കിൽ നിന്ന് അവരുടെ കൈ ചീത്താവാതെ, അഴുക്കാക്കാതെ പാകിസ്ഥാനെ കൊണ്ട് മറ്റു കാര്യങ്ങൾ ഡേർട്ടി ജോബ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചൈനയായിട്ടുള്ള നമ്മളൊരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ.